നോക്കാം നമുക്ക്. അത്യുത്തര കേരളത്തിൽ നിന്ന് തുടങ്ങാം. സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോട്ടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള മണ്ഡലം മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു നമുക്ക്. മഞ്ചേശ്വരം അഷ്റഫ് MLA അവിടെ ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ MLA ആണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ സ്കോർ ആദ്യം എത്രയാണ് എന്ന് നോക്കാം. 59.5 ആണ് AK അഷ്റഫിന്റെ നിലവിലെ സിറ്റിംഗ് MLA ആയ AK അഷ്റഫിന്റെ സ്കോർ 59.50. ഒരു UDF സിറ്റിംഗ് സീറ്റാണ്. അഖിലെ ഓക്കെ ആണോ അത്? നമ്മളിപ്പം സ്കോർ എങ്ങനെയാണെന്നുള്ള പ്രേക്ഷകർക്കൊന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 200, 210 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ ഒരു മണ്ഡലത്തിൽ ആളുകളെ കാണുമ്പോൾ അവർക്ക് 1 മുതൽ 10 വരെ മാർക്കിൽ റേറ്റ് ചെയ്യാം. നിങ്ങളുടെ MLAക്ക് എത്ര മാർക്കാണ് നിങ്ങളുടെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾക്ക് നൽകാൻ കഴിയുക. അപ്പം അതിന്റെ ആവറേജ് ആണ് ഇദ്ദേഹത്തിന് കിട്ടുന്ന സ്കോർ. അപ്പോൾ ആ സ്കോർ തന്നെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഒരു 90 to ഒരു 90-നും 100-നും ഇടയിലാണെങ്കിൽ എക്സലന്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു MLA, ഒരു 80-നും 90-നും ഇടയിലാണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ്, ഒരു 80-നും 70-നും ഇടയിലാണെങ്കിൽ വെരി ഗുഡ്, ഒരു 60-70 ആണെങ്കിൽ ഗുഡ്. ഇപ്പോൾ AK അഷ്റഫ് MLA എന്ന് പറയുമ്പോൾ ഒരു 60-ലേക്ക് എത്തുന്നുള്ളൂ. ഓക്കെ, ഗുഡ് എന്നൊരു ആവറേജും ഗുഡിനും ഇടയിൽ നിൽക്കുന്ന ഒരു പെർഫോമൻസ് ആണ് ആവറേജ് സ്റ്റുഡന്റ് ആണ് AK അഷ്റഫ് മഞ്ചേശ്വരം MLA. ഏതായാലും ഇതാണ്, ഈ വോട്ടാണ് അല്ലെങ്കിൽ ഈ മാർക്കാണ് ജനങ്ങൾ AK അഷ്റഫിന് നൽകിയിരിക്കുന്നത് മഞ്ചേശ്വരം MLA. ഇനിയാണ് ആ ക്രൂഷ്യലായ ചോദ്യം. അതായത് ഈ മണ്ഡലത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി എന്താണ്? ഇപ്പോ അവിടെ LDF-നാണോ UDF-നാണോ അതോ NDA-ക്കാണോ മേൽക്കൈ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. രാഷ്ട്രീയമായ മേൽക്കൈ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ പറയുന്നത്. അഭിലാഷം, നമുക്ക് പെട്ടെന്ന് അതിലേക്ക് പോകാം. സ്ക്രീനിൽ വരട്ടെ. ആർക്കാണ് മഞ്ചേശ്വരത്തെ മുൻതൂക്കം? ആർക്കാണ്? മഞ്ചേശ്വരത്തെ UDF-ന് തന്നെ 40.5 UDF, NDA തൊട്ടുപുറകിൽ 39. നോക്കൂ, ഒറ്റ ശതമാനത്തിന് 1.5% മാത്രം വ്യത്യാസം. സർപ്രൈസിംഗ്. LDF പ്രതീക്ഷിച്ചത് പോലെ മൂന്നാം സ്ഥാനത്താണ്. 20.5. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 1.50. മഞ്ചേശ്വരം മണ്ഡലത്തിൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുക, മഞ്ചേശ്വരം മണ്ഡലത്തിൽ നെക്ക് ഫൈറ്റ് ആണ്. വെറും 1.5% വോട്ടുകൾക്ക് മാത്രം UDF-ന് മുൻതൂക്കം. ഇത് പ്രതീക്ഷിച്ചതാണോ അഖിലെ? ഇവിടെ എനിക്ക് തോന്നുന്നു SIR ഇപ്പോൾ ഒരു ഫാക്ടർ ആണല്ലോ. SIR ആയിരിക്കും ഒരു പക്ഷേ മഞ്ചേശ്വരത്തിന്റെ വിധി നിർണ്ണയിക്കാൻ പോകുന്നത്. അവിടെ കൃത്യമായിട്ട് നമുക്കറിയാം അവിടുത്തെ പൊളിറ്റിക്സ് ഏത് രീതിയിലുള്ളതാണ്. വളരെ നെക്ക് ടു നെക്ക് ഫൈറ്റ് ആണ്. അപ്പോൾ ഈ MLA സാധാരണ ഒരു മിനിമം പെർഫോമൻസ് കാഴ്ചവെച്ചാൽ എബോവ് 60 കിട്ടേണ്ടതാണ്. ഇവിടെ AK അഷ്റഫിന്റെ ആവറേജ് കുറയാൻ കാരണം അദ്ദേഹത്തെ കൃത്യമായി ഒപ്പോസ് ചെയ്യുന്നുണ്ട്. BJP-യുടെ അവർ ശക്തമായ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. അപ്പം മഞ്ചേശ്വരം പ്രവചനാതീതമാണ്. വോട്ടർമാർ ഇവിടെ LDF-ന്റെ വോട്ടിൽ ഒരു കുറവുണ്ടാവുന്നുണ്ട്. LDF-ന്റെ വോട്ട് സെനാരിയോ ഞാൻ പറയട്ടെ. ഷാനവാസ് ബാദൂരിനെ LDF സ്ഥാനാർത്ഥിയായി കൺസിഡർ ചെയ്യുന്നുണ്ട്. SDPI AK അഷ്റഫുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു ഗ്രഡ്ജ് AK അഷ്റഫുമായിട്ട് SDPI-ക്കുണ്ട്. അങ്ങനെ മുസ്ലിം വോട്ട് ബാങ്കിൽ വിള്ളൽ വീണാൽ വളരെ വളരെ K. സുരേന്ദ്രൻ BJP വളരെ നോക്കുന്ന മണ്ഡലം 89 വോട്ട് 855 ഇത്തവണ എന്താകും? ഈ സുരേന്ദ്രൻ ക്യാമ്പിലുള്ള ആള് കഴിഞ്ഞ ദിവസം എന്നെ നമ്മൾ ഈ രാഷ്ട്രീയ അവലോകനം നടത്തുന്നത് കേട്ടിട്ട് വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യം, ദയവേത് BJP ജയിക്കുമെന്നൊന്നും നിങ്ങൾ പറയല്ലേ എന്നാണ്. എന്തായാലും വളരെ ടൈറ്റ് ഫൈറ്റ് ആണ്. 1.5% വോട്ടുകൾക്ക് മാത്രം UDF മഞ്ചേശ്വരം മണ്ഡലത്തിൽ മുമ്പിലാണ്. അതായത് നമ്മുടെ ഈ രാത്രിയിലെ ആദ്യത്തെ സ്കോർ, ആദ്യത്തെ ഗോൾ UDF ആണ് അടിച്ചത്. പക്ഷേ ടൈറ്റ് ഫൈറ്റ് ആണ്. അതിന്റെ ഒരു പാരാമീറ്റർ കൂടി പറഞ്ഞു. ഇനിയുള്ള പറയൂ. നമുക്കിപ്പോൾ 5% മുകളിൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് ലീഡ് കിട്ടുകയാണെങ്കിൽ അത് ആ മുന്നണി സീറ്റ് നിലനിർത്തുകയോ തിരിച്ചു പിടിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അത് 5-നും 3-നും ഇടയിൽ ശതമാനത്തിലെ വോട്ട് ഷെയർ ആണ് കിട്ടുന്നെങ്കിൽ അതൊരു നേരിയ മുൻതൂക്കം, ആ മുന്നണിക്ക് നേരിയ മുൻതൂക്കം. അത് 3% താഴെയാണെങ്കിൽ ഇഞ്ചോടിഞ്ച് പോലെ ടൈറ്റ് ഫൈറ്റ്. നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ടൈറ്റ് ഫൈറ്റ്. ഇപ്പം മഞ്ചേശ്വരം 1.5 വരുന്നത്. അപ്പോൾ ടൈറ്റ് ഫൈറ്റ് ആണ് അവിടെ മണ്ഡലത്തിൽ നടക്കുന്നത്. ഒരു വേഫർത്തിന്റെ എഡ്ജാണ് UDF-ന് ഉള്ളത് മഞ്ചേശ്വരം മണ്ഡലത്തിൽ. ഏതാണ് മഞ്ചേശ്വരത്തിന്റെ കഥ?